ഹേ ഓൾ നമ്മൾ ഇന്നൊരു മഷ്റൂം മസാലക്കറിയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി, കുറച്ച് കറി ലീവ്സ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കാഷ്യൂനട്ട് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാഷ്യൂനട്ട് നമ്മളിവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ പേസ്റ്റാണ്. അതിൽ നമ്മൾ ഒരു തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു ടേബിൾ സ്പൂണാണ് നമുക്ക് ആവശ്യം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഷ്റൂം, അത് നല്ലോണം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇട്ടൊന്നും കൂടി നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഇതാ സവോള ഒക്കെ അത്യാവശ്യം വാടി ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ചില്ലിയും എന്നിട്ട് ഒരു 2 to 3 മിനിറ്റ്സും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് തുടങ്ങാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് മല്ലിപ്പൊടി, ഇത് മൂന്നും മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ കുക്കാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മഷ്റൂം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. മഷ്റൂം പെട്ടെന്ന് കുക്കാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 തൊട്ട് 7 മിനിറ്റ് വരെ മാക്സിമം ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുള്ളിൽ തന്നെ മഷ്റൂം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളുടെ മഷ്റൂം ഒക്കെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ കറി നല്ല ഡ്രൈ ആയിരിക്കുന്നുണ്ട്. ലാസ്റ്റ്ലി നമ്മൾ അരച്ച് വെച്ചിരുന്ന കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും ചോറിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി റിവ്യൂസ് ഒക്കെ അറിയിക്കുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്